മൂന്നാം ഭാവത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മൂന്നാം ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വെടക്കാവുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ്. കാരണം അയാളുടെ മനസ്സാരംഭിക്കുന്നത് 3-ലും 5-ലാണ് അത് അവസാനിക്കുന്നതും. ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദര പരാക്രമം, ഇതൊക്കെ ചിന്തിക്കുന്ന മൂന്നാം ഭാവം കൊണ്ട്. ദുർബുദ്ധി, നമുക്ക് എടുത്തു ചാടുന്ന കാര്യങ്ങൾ, ഡിസയറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. മൂന്നാം ഭാവത്തില് പാപഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നത് കുറയും. പല തരത്തിലുള്ള അപക്വമായ ചിന്തയിലൂടെ ജീവിതം പോവാനുള്ള സാധ്യതകളുണ്ട്. തെറ്റും ശരിയും ചെയ്യാനുള്ള ധൈര്യം, ദുഷ്പേരുകൾ. പൊതുവെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഭാവം ആയതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഈ മൂന്നാം ഭാവം കൊണ്ടാണ്. ഇൻഡ്യൂട്ടീവ് കപ്പാസിറ്റി, യങ്ങർ സിബ്ലിങ്സ്, ഈ ഭാവത്തിന് ബലം കൂടിയാൽ പാടാനുള്ള കഴിവ് കൂടും. സുഹൃത്തുക്കളുടെ വലയം ഭയങ്കരമായിരിക്കും. അവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും കറങ്ങി നടക്കാനും